ഇദ്ദേഹത്തിൻ്റെ കാഴ്ച മാത്രമല്ല, ജീവിതവും പൂർണ്ണമായി അന്ധതയിലേക്ക്. നമ്മളെ ഒരു കണ്ണിനൊരു മങ്ങൽ വന്നാൽ, ഒരു പൊടി വന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ അറിയാം. അപ്പോൾ ഇവർ ഒരു കണ്ണ്, അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കണ്ണ് പുറത്തേക്ക് വന്ന് എന്നാൽ ഒരു കണ്ണുകൊണ്ട് ജീവിക്കാറുമ്പോൾ ആ കണ്ണും കൂടി അടിച്ചുപോയി പൂർണ്ണമായിട്ട്. ഒരു 10-40 വയസ്സ് വരെ രണ്ട് കണ്ണും കണ്ടുകൊണ്ടില്ല ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു അന്ധതയിലേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡിപ്രഷൻ്റെ അങ്ങേ അറ്റമായി. ഈ കുഞ്ഞിക്ക് നോക്കിയിട്ട് ഒരു ചോദിച്ചു പ്ലീസ്. പെരിയാർ മെഡിക്കൽ കോളേജിലേക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചക്ക് 3 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊക്കെ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഈ ഒരു BP കൂടുതലായിട്ട് കണ്ണിനെ വധിച്ചു. കണ്ണ് എടുക്കേണ്ടി വന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ത്രിലോക സമാജപതി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാനാണ്. നമ്മുടെ കാഞ്ഞങ്ങാട് ആസ്ഥാനമായിട്ട് സുകുമാരൻ പെരിയച്ചൂർ മാഷും അതുപോലെ മറ്റുള്ള ആൾക്കാരും കൂടിയിട്ട് ത്രിലോക സമാജപതിയുടെ ചികിത്സാർത്ഥം നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ കുറച്ച് ആൾക്കാരെ സമീപിക്കുകയും അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് ചികിത്സയിലാണെന്ന് അറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് മകൻ്റെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ നമ്മളെ സമീപിച്ചത്. ആ മകൻ്റെ കിഡ്നിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ സമീപിച്ചാണ് അതിൻ്റെ ചികിത്സ ചെയ്യാനായിട്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചികിത്സയിലാണെന്നും ഇപ്പോൾ 4 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ആദ്യം നമ്മളെ സമീപിച്ചത്. അപ്പോൾ അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ വീട്ടിലൊരു ദിവസം നമ്മൾ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ കുട്ടികളെ അവസ്ഥയും വീട്ടിൻ്റെ അവസ്ഥയും കണ്ട സമയം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സ എങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു സംശയം നമുക്ക് വന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം പോലും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ ആണ് വീട്ടിലുള്ളതെന്നും ചികിത്സ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറച്ച് നന്മയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചികിത്സയുമായി മുമ്പിലോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യവും ഒപ്പം തന്നെ ഒരു വരുമാനമില്ലാത്തൊരവസ്ഥയിലും കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരു 2 കുട്ടികളും ഒപ്പം തന്നെ ഭാര്യയും പിന്നെ സ്വന്തം ചികിത്സയുടെ സഹായം ഇതും ഒന്നിച്ച് കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി അദ്ദേഹത്തിന് രൂപീകരിച്ചു. അപ്പോൾ ആദ്യം ഇദ്ദേഹം ഈ അസുഖം വളരെയധികം ബാധിക്കുകയും പിന്നീട് അത് കുടുംബത്തിൽ തന്നെ ബാധിക്കുകയും കുട്ടികളെയും ഭാര്യയും എല്ലാവരെയും ബാധിച്ച് ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള മുമ്പിലോട്ടുള്ള ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മളെല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതിന് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു പൈസ ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കി. ആ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് നാട്ടിലെ പ്രമുഖരായ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റീൻ്റെ സെക്രട്ടറി സ്ഥാനത്താണ് നമ്മുടെ സുകുമാരൻ സാറുള്ളത്. അതുപോലെ ബാക്കിയും 10-12 ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. സാധാരണ വരുമാനമുള്ള ഒരാൾക്ക് തന്നെ ആ വരുമാനത്തിൽ നിന്ന് എങ്ങനെ പൈസ കണ്ടെത്തി ജീവിക്കാമെന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്ന് കാണുന്നത്. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ നല്ല രീതിയിൽ ഇവരെ നോക്കുന്ന ആ സ്ത്രീയുടെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ നമ്മൾ ശരിക്കും കീഴടങ്ങിയായിരുന്നു. അവരാ ഒരു വാക്കിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. അവരാണ് ശരിക്ക് നമുക്ക് ഒരു പ്രചോദനം തന്നത്. കാരണം അവർക്കും ജീവിക്കണം, അവരൊന്നിച്ചുള്ള ഭർത്താവിനും ജീവിക്കണം, കുട്ടികൾക്കും ജീവിക്കണം എന്നുള്ളൊരു സന്ദേശം അവർ നമുക്ക് തന്നിട്ടാകുമ്പോൾ അതെന്തുകൊണ്ട് തന്നെയാലും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്ന സമയത്താണ് ഇങ്ങനെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റിയിലേക്ക്, ഈ സഹായ ഫണ്ടിലേക്ക് നിങ്ങളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന ചികിത്സാ സഹായം നമ്മൾ കൊടുക്കണം. കാരണം അതൊരു കുട്ടിയുടെ, ഒരു ചെറിയ ഒരു പെൺകുട്ടിയുടെ, ഒരു ആൺകുട്ടിയുടെ, ഒരു കുടുംബത്തിൻ്റെയും ആ ഒരു ഗൃഹനാഥൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് മുമ്പിലോട്ട് പോകാൻ ഇനി നമ്മുടെ സഹായം കൂടിയേ തീരും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ സുകുമാരൻ പെരിയച്ചൂർ, സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ ചെറിയ ഒരു എഴുത്തുകാരനുമാണ്. നമ്മുടെ തിലോക് സമാജ് സഹായ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ അവരുടെ ഭാര്യ ശ്രാവന്തി, അതുപോലെ തന്നെ മക്കൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾ, പിന്നെ ഒരു മകളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ താമസിക്കുന്നത് ബംഗാളിൽ നിന്ന് വന്ന് കാഞ്ഞങ്ങാടേക്ക് വന്നു ഒരു ജീവനോപാധിയുമായിട്ട് വന്നതാണ്. അതിനിടയിലാണ് അവരുടെ ജീവിതത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ തിലോക് സാറിന് അസുഖം പിടിപെടുകയും അങ്ങനെ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന ചിലവ്, അതുപോലെ തന്നെ ചികിത്സക്കുള്ള ചിലവ്,
പിന്നെ 2 മക്കളുടെ പഠന ചെലവ്, അതിനിടയിൽ നിത്യ ജീവിതത്തിൻ്റെ ചെലവുകൾ, ഇങ്ങനെ എല്ലാ ചെലവുകളും ഒരു വരുമാനമില്ലാത്ത ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ്, ചർച്ച ചെയ്തപ്പോഴാണ് കാഞ്ഞങ്ങാടെ ഞങ്ങളെപ്പോലുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ സമാജത്തിൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥനയായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സമർപ്പണം, അതാണല്ലോ നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കടമ. നമ്മുടെ കയ്യിലുള്ളത് സമർപ്പിക്കുക. അത് ഈ കുടുംബത്തെ രക്ഷിക്കാനുള്ള, ഇവരുടെ ആരോഗ്യത്തെ, അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തെ, ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ, ഒരു 4 പേരെ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വിചാരിച്ചാൽ സാധിക്കും. അതിനുവേണ്ടി സഹകരിക്കുക. നമ്മുടെ ഒരു സമർപ്പണം എന്ന രീതിയിലേക്ക് നമ്മൾ കാണുക എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ചെയ്ത് ഇപ്പോൾ കണ്ണും പോയി, എനിക്ക് കാണണമില്ല, എന്താ ജോലി ചെയ്യാൻ എന്നൊന്നും അറിയില്ല, എവിടും പോകാൻ പാടുന്നില്ല. ഈ വയറ എനിക്ക് കൊണ്ടുപോകുന്നത് ആഴ്ചക്ക് 3 ദിവസം ഡയാലിസിൽ കൊണ്ടുപോകാൻ, ഇവരെ ഒന്നും പണി ചെയ്യാൻ പാടുന്നില്ല, ഒരു വരുമാനമില്ല. എന്താ വായ, ഇപ്പോൾ നിങ്ങൾ സഹായിച്ചാൽ മാത്രം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് ഒന്ന് സഹായിച്ചു മതി. നമസ്കാരം, എൻ്റെ പേര് ശ്രാവന്തിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ 8 വർഷമായി കിഡ്നീൻ്റെ അസുഖം ബാധിച്ചിട്ട്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടിൻ്റെ അടിയിലൊക്കെ ഇതിലൊക്കെ നമ്മുടെ കുറേ ഓപ്പറേഷൻ, ഇതുവരെ കുറേ സർജറി എല്ലാം കഴിഞ്ഞു. നമ്മൾ ശരിക്കും നാട് കൽക്കത്ത ആണ്. നമ്മളെവിടെ വന്നിട്ട് ഇവിടെ 30 വർഷത്തിൽ മേലായി നമ്മളെവിടെ താമസിക്കുന്നത്. പിന്നെ നമ്മളെവിടെ ബന്ധുക്കൾ ആരും ഇല്ല, സഹായിക്കാൻ ആരും ഇല്ല. പിന്നെ ഹസ്ബൻഡ് നല്ല ഉണ്ടാകുമ്പോൾ സമയത്ത് നല്ല രീതിയിലേക്ക് അങ്ങോട്ട് നോക്കുന്ന സമയത്ത്, അങ്ങോട്ട് ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും നല്ലത് ഉണ്ടായിനി. പക്ഷേ എനിക്കിപ്പോൾ പൈസ കൊടുക്കാൻ പറ്റാത്തതായിക്കൊണ്ട് ആടെ സ്വന്തം അമ്മ വരെ ഇപ്പോൾ ഇല്ല, അനിയന്മാർ സാധനന്മാർ ആടെ വിളിക്കണമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സഹായം ഇല്ലാത്ത എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഞാൻ സഹായം ചോദിച്ചിനി. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലെ സാധനം ഇല്ലാത്ത അവർ ഓരോ ദിവസം ഇങ്ങനെ പോകുന്നു. ഈ കുട്ടികൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. എന്ത് ചെയ്യാമെന്ന് പറയാനാ പാട്ടില്ല. എനിക്ക് മുന്നിൽ ജീവിക്കാനൊന്നും പാട്ടുന്നില്ല, ഒന്നും കാണുന്നില്ല. എങ്ങനെ ജീവിക്കാം? കുറേ പ്രാവശ്യം ഒന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതും പാട്ടുന്നില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് നോക്കിയിട്ട് എനിക്ക് ഒന്നും ആവാനില്ല. എന്താ ചെയ്യാൻ നിങ്ങൾ പറയാം. നമ്മൾ ഒരുപാട് ചാരിറ്റിയുടെ വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. ഒരുപാട് കാണുമ്പോൾ ആർക്കായാലും അതൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ. അത്രത്തോളം നാട്ടിൽ ദുരിതങ്ങളും പ്രശ്നങ്ങളാണ്. ഇതെൻ്റെ ഇത് എൻ്റെ അമ്മേൻ്റെ വീടാണ്. ഈ അതിയാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാഞ്ഞങ്ങാട് അതിയാമ്പൂർ, അതിൻ്റെ അടുത്താണ് ഇവരൊരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. പിന്നെ മധുസൂദൻ വക്കീൽ സാറ് വന്ന് കണ്ട് കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. നിലവിൽ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ഇപ്പോൾ എൻ്റെ എല്ലാം ഒരു മോളെ പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ഇവരെ എൻ്റെ 4ാം ക്ലാസ് വരെയുള്ള പഠിത്തം സ്പോൺസർഷിപ്പിലാണ് ഓടുന്നുള്ളത്. അതുപോലെ ഒരു മോനും ഉണ്ട് 9ാം ക്ലാസ്. മോന് ആൾക്കാർ കളിയാക്കുന്ന ഇങ്ങനത്തെ ഒരു ചാരിറ്റിയും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് അവൻ ഇതിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് മോൻ മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു നെഞ്ഞി കലങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇവരെ ജീവിതം പോയിക്കൊണ്ടുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അവരുടെ അത്രയും മനഃശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ഇതിലാണ് നമ്മൾ വാർത്തയെല്ലാം കാണുന്ന പോലെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നതിൽ ഇവരെല്ലായിരിക്കും. പിന്നെ ഇത് പിടിച്ച് നിൽക്കണമല്ലോ പറഞ്ഞാണ് അവർ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ട് സ്കിപ്പാക്കി സ്ക്രോൾ ചെയ്ത് പോവാതെ 3-4 കോടി ജനങ്ങളുണ്ട് നമ്മളെ കേരളത്തിൽ മാത്രം. അതിലൊരു 10% എടുത്തു കഴിഞ്ഞാൽ 30 ലക്ഷമുള്ള ആൾക്കാരായി. അതിൽ 1% എടുത്താൽ 3 ലക്ഷത്തിൻ്റെ ആൾ. ഒരു 10 രൂപ വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം മൊത്തം ലക്ഷം. ഒരു 10 രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ആ 10 രൂപ 1%, കേരളത്തിൽ 1% ആൾക്കാർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കുടുംബം, ഈ 4 ആൾ കൂടുന്ന കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ ഇവർ ആത്മഹത്യയുടെ വക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ടാണ് ഞാനും ഇത് ഈ ഒരു വീഡിയോയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടംപോലെ ചാരിറ്റി മുമ്പിൽ എല്ലാവരും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മളെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുമ്പോഴേ നമുക്കതിൻ്റെ സീരിയസ്നെസ്സും ഡെപ്തും നമുക്ക് കിട്ടും. ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്യലെന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. പുറത്ത് കാണുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് തീർന്നു. നമ്മളടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാവല്. അതുകൊണ്ട് ഇത് നേരിട്ട് കണ്ട് ഇതിൻ്റെ ഒരു സങ്കടം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ 1 രൂപയെങ്കിലും 1 രൂപ, അതും 1 രൂപയല്ലേ അത് കൊടുത്തിട്ട് എന്താവെന്ന് ചിന്തിക്കാതെ 1 രൂപ പറഞ്ഞ പോലെ 1% ആൾക്കാർ തന്നു കഴിഞ്ഞാൽ ഇവരെ ജീവിതം രക്ഷപ്പെടുന്ന രീതിയിലാണ് ഉള്ളത്. അല്ലാതെ 100, 500, 1000 ഒന്നും ഒരിക്കലും ഒരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല. സ്ക്രോൾ ചെയ്ത് പോകാൻ പാടില്ല. പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ട് കുടുംബത്തിൽ രക്ഷിക്കുക.
അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ കാണുന്ന QR കോഡിലേക്കോ അക്കൗണ്ട് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ ഈ നമ്പറിലേക്കോ ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.